ഗൈസ്, ഞങ്ങളിന്ന് പാർക്കിലേക്ക് പോവാണ്. അപ്പൊ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുപോകും. ഞങ്ങള് കളിക്കും. നിങ്ങളും വായോ. അതെ ഗൈസ്, അപ്പൊ നമ്മളിന്ന് പോകുന്നത് ആസ്പിയർ പാർക്കിലേക്കാണ്. അപ്പോൾ കുട്ടികൾക്ക് റൂമിൽ തന്നെ ഇരുന്നിട്ട് കുറേ നേരമായതുകൊണ്ട് ചടച്ചിട്ട് നമ്മളൊന്ന് കുറച്ചു നേരം കളിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അവിടെ എത്താറായിട്ടോ. അതാ കാണുന്ന കണ്ടോ ടോർച്ച് ടവർ, അവിടെയാണ് അത്. അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അവിടുത്തെ മരങ്ങൾ കണ്ടിട്ടേ ഭയങ്കര തടി. അപ്പോൾ ആ തടി കണ്ടിട്ട് അവരിങ്ങനെ ചോദിക്കണം എന്തൊരു തടിയാണിത് എന്നൊക്കെ. ഇതിൻ്റെ മുന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ അവർ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. അന്ന് മെയിനായിട്ട് കളിയല്ലേ, അവർ കളീൻ്റെ ഇടയിൽ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ കളിക്കണ സ്ഥലത്തിൻ്റെ അവിടേക്ക് വേണ്ടിയിട്ട് സ്പീഡിൽ നടന്നു പോട്ടെ, കുറേ നടക്കാണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ അജു എളുപ്പം ഓടിയിട്ടോ. അല്ലൊന്നും മടിച്ചങ്ങാണ്ടിരുന്നു. അപ്പോൾ അവിടെ ഫ്ലൈറ്റ് മുകളിൽ കൂടെ പോവുണ്ടായിരുന്നു, ഞാനത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നെ അവർ കളി തന്നെ മെയിനായിട്ട്. പിന്നെ അവരെ കളിക്കണത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങൾ ചടപ്പിക്കണ്ട വെച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല കേട്ടോ. കുറേ നേരം അവർ കളിച്ചിട്ടുണ്ട്. വലിയ പാർക്കാണെങ്കിലും കളിക്കണത് ആകെ കുറച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു, കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ഞാൻ ഇരുന്നു, അല്ലെങ്കിൽ ഒലിക്കിനെ കാണാൻ പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കളിക്കണം നോക്കിങ്ങാണ്ട് ഇരിക്കുകയായിരുന്നു ഞാൻ ഏകദേശം ഒരു കളിക്കലിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ് കേട്ടോ ടോർച്ച് ടവർ ഉള്ളത്. കുറച്ച് ദൂരെയാണ്. നമുക്കത് അതിൻ്റെ വലിപ്പം വീഡിയോയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കേട്ടോ. പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കുറച്ച് ലേസും കുറച്ച് സ്നാക്ക് ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് കുറച്ച് കൊടുന്നിരുന്നു. നിങ്ങൾ പാർക്കിൽ എത്തിക്കണേ, ഞാൻ കളിക്കണം. നിങ്ങൾ കണ്ടോ? അവിടെ എത്തിയ പാടന്നെ കുറച്ച് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് വന്നിട്ട് ഓൽക്കത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അവരത് വെള്ളം കുടിക്കലും അത് കഴിക്കലും അതന്നെ അതിൻ്റെ ഇടയിൽ പോയി കളിക്കലും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഫോൺ വന്ന് വാങ്ങിക്കൊണ്ടിട്ട് അവർ സെൽഫി വീഡിയോ എടുത്തിരുന്നു കേട്ടോ. ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അല്ലിരുന്ന് ലേസ് തന്നാ, പക്ഷെ അജു പോയി കളിച്ചിക്കണ്. എനിക്ക് വേണ്ടാന്നിട്ട് ആ ലേസ് എനിക്ക് തന്നു. ഞങ്ങള് പാർക്കിൽ കളിക്കാൻ പോവാണ്. സ്റ്റെപ്പ് കയറിയാണ് പോവാണ്. പോയി സ്ഥലത്തേക്ക് പോവുക. അപ്പൊ ഞങ്ങൾ രണ്ടാളൊന്ന് ഒരു ഗുഹന്റെ ഒരു അങ്ങനത്തൊക്കെ പറഞ്ഞ് റൈഡ് കയറാൻ പോവാന്ന് കേട്ടോ. അവിടെ വായോ സ്റ്റെപ്പ് കയറാൻ കേട്ടോ നമ്മള്. जल्दी कहेंगे बस, हमारे को पानी कहाँ जाने देते। आना किते നമ്മള് പോവാണ്. നമ്മളെത്തി.
അജു അവൻ്റെ അപ്പച്ചീൻ്റെ ഫോൺ എടുത്തിട്ട് ഓടിക്കണം. അങ്ങനെ അജു എല്ലാം കൂടി ഒത്തിട്ട് ഫോൺ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിക്കുക. അങ്ങനെ അത് എടുക്കാൻ അത് ഓടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ്റെ അപ്പച്ചി തല്ലുകൂടുകയാണ്. അങ്ങനെ അവിടെ കുറേ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. ഞങ്ങൾ നേരെ പോണ ചെറിയൊരു ഷോപ്പിങ്ങിനാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് വാങ്ങാൻ പോവാണ്. അവിടെ എത്തിയപ്പോൾ രണ്ടാൾക്കും ട്രോളി വേണം. സാധനങ്ങൾ കുറച്ചുള്ളെങ്കിലും രണ്ടാൾക്കും ട്രോളി വേണം. പിന്നെ ആ ട്രോളിട്ടുള്ള നടത്തായി. അല്ലെങ്കിലേ ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ ആയിട്ട് ഇങ്ങനെ നടക്കുന്നിട്ട് ഓൾക്ക് ആദ്യം എടുക്കുന്ന സംഭവം ഏത് സാധനമാണ് അത് ഓരോ ട്രോളിയിൽ ഏറ്റവും കൂടുതൽ നിറക്കാനുള്ള ഇതായിരുന്നു കേട്ടോ. ഐസ്ക്രീമാണ് ഇപ്പോൾ സെലക്ട് ചെയ്യണത്. കുറേ നേരം നോക്കിയിട്ട് ഇടയ്ക്ക് എടുത്ത് പോന്നിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് ഷോപ്പിംഗ് കഴിഞ്ഞ് ബില്ലൊക്കെ ആക്കി നമ്മൾ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ അടുത്ത വ്ളോഗായിട്ട് നമ്മൾ വരാം. ഓക്കെ, ബൈ.